തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. തിരുവനന്തപുരം UAE കോൺസുലേറ്റിലാണ് ബോംബ് ഭീഷണിയുള്ളത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മണക്കാടുള്ള UAE കോൺസുലേറ്റിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. ഇതേ തുടർന്ന് വലിയ തരത്തിലുള്ള പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ച് വന്നിരിക്കുന്ന ഒരു ഇമെയിൽ സന്ദേശം എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് ഈ വിവരം പോലീസിന് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പോലീസ് സംഘം അവിടെ എത്തി. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ പരിശോധന തുടരുകയാണ്. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ 3 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വിഴിഞ്ഞത്തുമൊക്കെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോലീസ് വലിയ തരത്തിലുള്ള പരിശോധന നടത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ജാഗ്രതയോടുകൂടിയാണ് പോലീസ് ഈ വിഷയം നോക്കിക്കാണുന്നത്. അതേസമയം നിലവിൽ ഇപ്പോൾ വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി തങ്ങാൻ പോകുന്ന രാജ്ഭവന് സമീപത്തുള്ള സ്ഥലത്ത് വൈദ്യുതി മുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അവിടെ ആളുകൾ റോഡിന് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. വൈദ്യുതി അവിടെ മുടങ്ങിയിട്ട് കുറെ സമയമായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ട് പോലും പോലീസ് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അടിയന്തരമായി അവിടെ ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് സംഘം അവിടെ വടം ഉപയോഗിച്ച് ആളുകളെ നിയന്ത്രിച്ചു മാറ്റുകയാണ്. എന്താണ് വൈദ്യുതി തടസ്സമുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. വലിയൊരു പോലീസ് സംഘം അവിടെ എത്തിയിരിക്കുന്നു. ജാഗ്രത കുറവുണ്ട് എന്നാണ് അവിടെ BJP നേതാക്കൾ അവിടെ നിന്ന് പറയുന്നത്. എന്തായാലും ഇതും ഒരു വീഴ്ചയാണ്. കാരണം ഇത്തരത്തിൽ പ്രധാനമന്ത്രി തങ്ങുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരെയുള്ള വെള്ളയമ്പലം സ്ക്വയറിലാണ് ഇപ്പോൾ ഈ വൈദ്യുതി തടസ്സമുണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ബിനോയ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തലസ്ഥാനത്ത് എത്തുന്നതിന് കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ആ ഇടയിലാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണിയും അതുപോലെ തന്നെ വൈദ്യുതി മുടക്കവും ഒക്കെ ഉണ്ടാകുന്നത്. എന്താണ് അധികൃതർ സൂചിപ്പിക്കുന്നത്? ഹോട്ടലിൽ ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? UAE കൗൺസിലിൽ നിന്നും ഇതുവരെയായും ഡോഗ് സ്ക്വാഡോ അതുപോലെ തന്നെ ഉന്നത പോലീസ് സംഘങ്ങളോ പുറത്തേക്ക് വന്നിട്ട് അവർ ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരും. അതായത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്താവളത്തിൽ എത്തിച്ചേരും എന്നുള്ള വിവരമാണ് നമ്മളെ ലഭ്യമാക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുന്നതിനിടയിലാണ് ഈ 2 സംഭവങ്ങൾ വന്നിരിക്കുന്നത്. മണക്കാട് UAE കോൺസുലേറ്റിലും ഒപ്പം തന്നെ വെള്ളയമ്പലത്തിലും വൈദ്യുതി മുടങ്ങിയ സംഭവം മതി. എന്തായാലും വലിയ തരത്തിൽ ജാഗ്രത പോലീസ് പുലർത്തുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ തന്നെ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു. ഈ വെള്ളയമ്പലത്തില് ആളുകളെ നിയന്ത്രിക്കുന്നതിന്റെ പ്രത്യേക വടം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ച് ആളുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം അതുവഴിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിൽ എത്തിയതിനു ശേഷം രാജ്ഭവനിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് എത്തും എന്നുള്ള വാർത്തകളും ഇപ്പോൾ ലഭ്യമാകുന്നു. ശരി ബിനോയ്, തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. തിരുവനന്തപുരം UAE കോൺസുലേറ്റിലാണ് ബോംബ് ഭീഷണിയുള്ളത്. പ്രധാനമന്ത്രി ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ബിനോയ് നൽകുന്നത്. പോലീസ് സ്ക്വാഡ് ഇപ്പോൾ പരിശോധന നടത്തുകയായിരുന്നു. കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം അടക്കമുള്ളത്. ഈ സുരക്ഷാ വലയത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ബോംബ് ഭീഷണിയും അതുപോലെ തന്നെ വൈദ്യുതി മുടക്കവും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നാണ് ബിനോയ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടവേള. മക്കളെ
വേറെ ലെവൽ ക്യാമ്പസ് വൈബ്സ് ഇപ്പൊ വിദേശത്തൊന്നും അല്ല, ഇവിടെ ലക്ഷ്യയിൽ. Study only at Indian Institute of Commerce, Lakshya. 7 സ്റ്റാൻഡിംഗ് ക്യാമ്പസുകൾ. കേരളം മാറുന്നു.